അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 30ാമത് എഡിഷനിൽ എത്തി നിൽക്കുന്ന കാലത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എത്രയോ കാലങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള മാറ്റങ്ങളും ക്രമാനുഗതമായിട്ടുള്ള സാങ്കേതിക സൗകര്യങ്ങളും വർദ്ധിച്ച് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അവർക്ക് സിനിമ ആസ്വദിക്കാനും ഈ IFFK എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ ഫിലിം ഫെസ്റ്റിവലിനെ അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളാനും വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും കഴിഞ്ഞ കാലങ്ങളിൽ സിനിമ എന്തായിരുന്നു, സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവർ ആരൊക്കെ ആയിരുന്നു, എന്തൊക്കെ സിനിമ, നമ്മുടെ അഭിമാനം വരുത്തിയ സിനിമകൾ ഏതായിരുന്നു, അതിനുള്ള ആർട്ടിസ്റ്റുകൾ ആരായിരുന്നു, എന്തൊക്കെയായിരുന്നു എന്നുള്ളതിൻ്റെ സമഗ്രമായ വിവരങ്ങളുടെ ഒരു മ്യൂസിയം ഇവിടെ IFFKയുടെ വേദിയായ ടാഗോർ ഹാളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് പ്രധാന കവാടം കടന്ന് അകത്തേക്ക് കടക്കുമ്പോൾ ഒരു വശത്ത് ലോക സിനിമയിൽ തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒട്ടേറെ പേരുടെ ചിത്രങ്ങൾ അങ്ങനെ നിരത്തി വച്ചിട്ടുണ്ട്. ആ നിരത്തി വച്ചിരിക്കുന്ന ചിത്രങ്ങൾക്കിടയിൽ നമ്മൾ മലയാളികൾക്ക് അഭിമാനം പകരുന്ന ഒട്ടേറെ ആൾക്കാർ അതിനിടയിലുണ്ട്. മധു സാറും അതേപോലെ അടൂർ ഗോപാലകൃഷ്ണൻ സാറും അതേപോലെ P. ഭാസ്കരൻ മാഷും G. അരവിന്ദൻ സാറും അങ്ങനെ അടക്കമുള്ള നമ്മുടെ മലയാളത്തിൻ്റെ യശസ് ലോക സിനിമയിലേക്ക് ഉയർത്തിപ്പിടിച്ച ഒട്ടേറെ ആൾക്കാരെ നമുക്ക് അതിനിടയിൽ കാണാം. അതുപോലെ തന്നെ വിദേശ സിനിമകളിലും ലോക സിനിമകളിൽ തന്നെ അഭിനയിക്കുകയും സാങ്കേതിക പ്രവർത്തകരായിട്ട് നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒട്ടേറെ പേരുടെ ചിത്രങ്ങൾ അങ്ങനെ സമഗ്രമായിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു ഡാറ്റ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം അവിടുത്തെ LED വാളിൽ കാണുന്ന പല കാലഘട്ടത്തെ IFFKയുടെ സിഗ്നേച്ചർ വീഡിയോകൾ. ഇപ്പോൾ എഡിഷനിലെയും ഓരോ കാലഘട്ടത്തിനും മാറ്റം വന്ന ID കാർഡുകളുടെ ഒരു ശേഖരം, ഒരു സൈഡിൽ സിനിമകളുടെ ഡീറ്റെയിൽ വരുന്ന കാറ്റലോഗ്. ഇത് IFFKയുടെ 30 വർഷത്തെ ചരിത്രം വെളിവാക്കുന്ന 2 ഡോക്യുമെൻ്ററി സെഷനാണ്. ഒന്നിത് 30 വർഷത്തെ ID കാർഡുകൾ, അതിൽ ഒന്നാമതില്ല, അന്ന് കോംപ്ലിമെൻ്ററി പാസ്സാണ്, ബാക്കിയെല്ലാം രണ്ടാമത് ഡെലിഗേറ്റ് പാസ്സുണ്ട്. ഇത് IFFKയുടെ 30 വർഷത്തെ ഹാൻഡ് ബുക്കുകളാണ്. പിന്നെ മുകളിലായി കാണുന്നത് IFFKയുടെ 30 വർഷത്തെ ബാഗുകളാണ്, IFFKയുടെ ബാഗുകളാണ്. അപ്പം അങ്ങനെ IFFKയുടെ ആ ഒരു 30 വർഷത്തെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില ഡോക്യുമെൻ്ററി എവിഡൻസുകളാണ് ഇത് മൂന്നും. അത്രയും വിശദമായിട്ടാണ് ആ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ IFFKയിലേക്ക് പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരും ടാഗോർ തിയേറ്റർ ഇരിക്കുന്ന ആ ഏരിയയിൽ വന്നാൽ ഉറപ്പായിട്ടും ഇത് കാണേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ഉറപ്പോടുകൂടി കോമ്പസ് മീഡിയ.